കേരള കലകൾ. മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ലാസ്യഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപം മോഹിനിയാട്ടം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവി ലഭിച്ച മോഹിനിയാട്ടത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച മലയാള കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ കോശയാത്ര എന്ന കൃതിയിലൂടെ അല്ലെങ്കിൽ ആട്ടക്കഥയിലൂടെയാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. ഇതോർമ്മിക്കണം, മോഹിനിയാട്ടം നിരോധിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. ക്ഷേത്രങ്ങളിലാണ് ഈ കല നിരോധിച്ചത്. മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തിന് വർണ്ണം, പദം, തില്ലാന എന്നീ വേഷവിധാനങ്ങൾ നൽകിയ ഭരണാധികാരി സ്വാതിയാണ്. കർണാടക സംഗീതമാണ് മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത്. ചൊൽക്കെട്ട്. മോഹിനിയാട്ട കച്ചേരിയിലെ ആദ്യത്തെ ഇനമായി അറിയപ്പെട്ടത് ചൊൽക്കെട്ടാണ്. മോഹിനിയാട്ടത്തിന് തൊപ്പി മദ്ദളത്തിനു പകരം മൃദംഗം എന്ന വാദ്യോപകരണം നടപ്പിലാക്കിയത് വള്ളത്തോളാണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെട്ടത് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ. ചരിത്രവും ആട്ടപ്രകാരവും എന്ന ഗ്രന്ഥം രചിച്ചത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. ഇതിലെ ഇതിവൃത്തം മോഹിനിയാട്ടം തന്നെയാണ്. പ്രഥമ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ കനക് റെലെ. പ്രശസ്ത മോഹിനിയാട്ട നർത്തകിയാണ് ഇദ്ദേഹമെന്ന് ഓർമ്മിച്ചു വയ്ക്കുക.